നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചെങ്കോട്ട സ്ഫോടനത്തിൽ ഉൾപ്പെട്ട ഡോക്ടർമാരുമായി ബന്ധമുള്ള അൽ ഫലാഹ് മെഡിക്കൽ കോളേജിൽ ഒട്ടേറെ ക്രമക്കേടുകൾ നടന്നതായി കണ്ടെത്തൽ. കേസുമായി ബന്ധപ്പെട്ട് ഇഡി തയ്യാറാക്കിയ 200 പേജുള്ള റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളുള്ളത്. ആശുപത്രിയിൽ ഡോക്ടർമാരുടെ പേരിൽ വ്യാജ നിയമനങ്ങൾ മുതൽ ചികിത്സയ്ക്കായി എത്തുന്നു എന്ന തരത്തിൽ വ്യാജ രോഗികളും രേഖകളിലുണ്ടെന്ന് കണ്ടെത്തി. നാഷണൽ മെഡിക്കൽ കമ്മീഷനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒട്ടേറെ ക്രമക്കേടുകൾ കോളേജിന്റെ നടത്തിപ്പുകാർ ചെയ്തിരുന്നതായും ഇഡി കണ്ടെത്തിയിട്ടുണ്ട്. ഏകദേശം 500 കോടി രൂപയുടെ കള്ളപ്പണം ആശുപത്രിയുടെ മറവിൽ വെളുപ്പിച്ചതായും ഇഡി കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. കേസ് ഈ മാസം 31-ന് കോടതി പരിഗണിച്ചേക്കും. രാജ്യ തലസ്ഥാനത്തിന് സമീപം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഒരു സർവകലാശാല പ്രവർത്തിക്കുന്നത് ഞെട്ടലോടെയാണ് രാജ്യം കേൾക്കുന്നത്. ഇപ്പോഴെങ്കിലും ഇത് കണ്ടെത്തിയില്ലായിരുന്നുവെങ്കിൽ രാജ്യം വെന്ത് വെണ്ണീറായേനെ. ചെങ്കോട്ട സ്ഫോടനത്തിൽ ഉൾപ്പെട്ട ഡോക്ടർമാരുമായി ബന്ധമുള്ള അൽ ഫലാഹ് മെഡിക്കൽ കോളേജിൽ ഒട്ടേറെ ക്രമക്കേടുകൾ നടന്നതായും കണ്ടെത്തി. കേസുമായി ബന്ധപ്പെട്ട ഇഡി തയ്യാറാക്കിയ 200 പേജുള്ള റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങളുള്ളത്. ആശുപത്രിയിൽ ഡോക്ടർമാരുടെ പേരിൽ വ്യാജ നിയമനങ്ങൾ മുതൽ ചികിത്സയ്ക്കായി എത്തുന്നു എന്ന തരത്തിൽ വ്യാജ രോഗികളും രേഖകളിലുണ്ടെന്ന് കണ്ടെത്തി. നാഷണൽ മെഡിക്കൽ കമ്മീഷനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒട്ടേറെ ക്രമക്കേടുകൾ കോളേജിന്റെ നടത്തിപ്പുകാർ ചെയ്തിരുന്നതായും ഇഡി കണ്ടെത്തിയിട്ടുണ്ട്. ഏകദേശം 500 കോടി രൂപയുടെ കള്ളപ്പണം ആശുപത്രിയുടെ മറവിൽ വെളുപ്പിച്ചതായും ഇഡി കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. കേസ് ഈ മാസം 31-ന് കോടതി പരിഗണിച്ചേക്കും. മെഡിക്കൽ കോളേജിന്റെ രേഖകളിലുള്ള ഡോക്ടർമാരിൽ മിക്കവരും ഇവിടെ എത്തിയിരുന്നില്ലെന്നും ഡോക്ടർമാരെ നിയമിച്ചതായി വ്യാജരേഖകൾ തയ്യാറാക്കിയതായും ഇഡി കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ ആശുപത്രി ജീവനക്കാരിൽ നല്ലൊരു പങ്കും ഫയലുകളിൽ മാത്രമാണുള്ളത്. അവർ ജോലി ചെയ്യാനായി ആശുപത്രിയിൽ എത്തിയിരുന്നില്ല. ഇതിന് സമാനമായി വ്യാജ രോഗികളെയും ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ പരിശോധനയിൽ രോഗികളുടെ എണ്ണം തികയ്ക്കാനായിട്ടായിരുന്നു ഈ തട്ടിപ്പ്. ഫരീദാബാദ് ആഗ്ര ദേശീയപാതയിൽ വല്ലഭ്ഗഡിൽ നിന്ന് തിരിഞ്ഞ് 8 കിലോമീറ്ററോളം ഗ്രാമവഴികളിലൂടെ സഞ്ചരിച്ചാലാണ് അൽ ഫലാഹ് മെഡിക്കൽ കോളേജിൽ എത്താനാവുക. ചെങ്കോട്ട സ്ഫോടനത്തിലെ മുഖ്യ പ്രതികളായ ഡോക്ടർമാരുമായി ബന്ധമുണ്ടെന്ന കണ്ടെത്തലാണ് അൽ ഫലാഹ് മെഡിക്കൽ കോളേജിനെ അന്വേഷണത്തിന്റെ കേന്ദ്രബിന്ദുവാക്കിയത്. സ്ഫോടനമുണ്ടാക്കിയ കാർ 20 ദിവസത്തിലേറെ ക്യാമ്പസിനുള്ളിൽ പാർക്ക് ചെയ്തിരുന്നുവെന്നും കണ്ടെത്തിയിരുന്നു. 72 ഏക്കർ വിസ്തൃതിയുള്ളതാണ് മെഡിക്കൽ കോളേജ് ക്യാമ്പസ്. അൽ ഫലാഹ് യൂണിവേഴ്സിറ്റി ചെയർമാൻ ജവാദ് അഹമ്മദ് സിദ്ദിഖിക്കെതിരെ കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷണത്തിന്റെ ഭാഗമായി അൽ ഫലാഹ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിനുള്ളിൽ 54 ഏക്കർ ഭൂമി ഉൾപ്പെട്ട 339 കോടി രൂപയുടെ സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കണ്ടുകെട്ടി. സിദ്ദിഖിയും കുടുംബാംഗങ്ങളും സർവകലാശാലയിലെ അൽ ഫലാഹ് ചാരിറ്റബിൾ ട്രസ്റ്റിലും നടത്തിയ സാമ്പത്തിക ക്രമക്കേടുകളിൽ ഇഡി കുറ്റപത്രം സമർപ്പിച്ചു. യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന അൽ ഫലാഹ് ചാരിറ്റബിൾ ട്രസ്റ്റുമായി ബന്ധമുള്ള 9 സ്ഥാപനങ്ങളുമായി സിദ്ദിഖിക്ക് ബന്ധമുണ്ടെന്നും യൂണിവേഴ്സിറ്റി ഹോസ്റ്റലുകളിലെ കാറ്ററിംഗ്, ക്യാമ്പസിലെ കെട്ടിടങ്ങളുടെ നിർമ്മാണം എന്നിവയ്ക്കുള്ള കരാറുകൾ സിദ്ദിഖിയുടെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങൾ തേടിയതായി ആരോപിക്കപ്പെടുന്നു. ഭൂമി ഏറ്റെടുക്കുന്നതിനായി ചാരിറ്റബിൾ ട്രസ്റ്റ് സർവകലാശാല ഫണ്ടുകൾ വകമാറ്റിയതായും ആരോപണമുണ്ട്. ഫരീദാബാദ് വൈറ്റ് കോളർ ഭീകര മൊഡ്യൂളിനെ കുറിച്ചുള്ള അന്വേഷണവുമായി കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് ബന്ധപ്പെട്ടിരിക്കുന്നു. അൽ ഫലാഹ് സർവകലാശാലയിൽ ജോലി ചെയ്തിരുന്നതോ പഠിക്കുന്നതോ ആയ ഡോക്ടർമാരാണ് ഭീകരവാദ കേസിൽ ഉൾപ്പെട്ടത്. സർവകലാശാലയിൽ ജോലി ചെയ്തിരുന്ന ഡോക്ടർ മുസമ്മിൽ ഷക്കീലും ഡോക്ടർ ഷഹീൻ ഷാഹിദും നവംബർ 10-ന് ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് അറസ്റ്റിലായിരുന്നു. ചെങ്കോട്ട സ്ഫോടനം നടത്തിയ ഡോക്ടർ ഉമർ നബിയും ഇതേ സ്ഥാപനത്തിലാണ് പഠിച്ചത്. നവംബർ 18-ന് ഫരീദാബാദിലെ സർവകലാശാലയും ദില്ലിയിലെ അൽ ഫലാഹ് ഗ്രൂപ്പുമായി ബന്ധമുള്ളവരുടെ വസതികളും ഉൾപ്പെടെ 18 സ്ഥലങ്ങളിൽ ഇഡി റെയ്ഡ് നടത്തിയതിനെ തുടർന്ന് സിദ്ദിഖി അറസ്റ്റിലായി. വ്യാജ UGC അംഗീകാരത്തിന്റെയും നാക് അക്രഡിറ്റേഷന്റെയും പേരിൽ വിദ്യാർത്ഥികളെയും പൊതുജനങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സർവകലാശാല 415 കോടി രൂപ കബളിപ്പിച്ചതായും ഇഡി കണ്ടെത്തിയതിനെ തുടർന്നാണ് അന്വേഷണം ആരംഭിച്ചത്. വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം ഫണ്ട് എത്തിയിരിക്കാമെന്നും പറയുന്നു. വ്യാജ നിക്ഷേപ സ്ഥാപനങ്ങൾ സ്ഥാപിച്ച് ആളുകളെ പണം നിക്ഷേപിക്കാൻ പ്രേരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് 2001-ൽ സിദ്ദിഖി അറസ്റ്റിലായി. ഏകദേശം 7.5 കോടി രൂപ പ്രതികളുടെ സ്വകാര്യ അക്കൗണ്ടുകളിലേക്ക് മാറ്റി. 2004-ൽ ഇരകൾക്ക് പണം തിരികെ നൽകാമെന്ന് സമ്മതിച്ചതിനെ തുടർന്നും ജാമ്യം ലഭിച്ചു. ഡൽഹിയിലെ ചെങ്കോട്ട ബോംബ് സ്ഫോടനത്തെ തുടർന്ന് ഫരീദാബാദിലെ ദൌജ് പ്രദേശത്ത് 800-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി വിപുലമായ തെരച്ചിൽ ആരംഭിച്ചു.
അൽ-ഫലാഹ് സർവകലാശാലയിലെ ലബോറട്ടറികൾ RDX അല്ലെങ്കിൽ മറ്റ് നൂതന സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മുമ്പ് ഇതേ പ്രദേശത്ത് നിന്ന് ഏകദേശം 2900 കിലോഗ്രാം സ്ഫോടക വസ്തുക്കളും മറ്റും പിടിച്ചെടുത്തിരുന്നു. ഡൽഹി സ്ഫോടനത്തെക്കുറിച്ചുള്ള അന്വേഷണം ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറിയ പശ്ചാത്തലത്തിലാണ് ഈ പരിശോധനകൾ വ്യാപകമായി നടത്തുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യയിലെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് അൽ-ഫലാഹ് സർവകലാശാലയിൽ പഠിപ്പിച്ചിരുന്ന കശ്മീരി മെഡിക്കൽ പ്രൊഫസർ ഡോക്ടർ മുസമ്മിൽ ഷക്കീലിന്റെ അറസ്റ്റിന് ശേഷമാണ് റെയ്ഡ് ആരംഭിച്ചത്. യൂണിവേഴ്സിറ്റി ക്യാമ്പസിനടുത്തുള്ള ഡോക്ടർ മുസമ്മിലിന്റെ വാടക വീട്ടിൽ നിന്ന് 360 കിലോഗ്രാം അമോണിയം നൈട്രേറ്റ് കണ്ടെത്തി. ഇതിനു പുറമെ സ്ഫോടക വസ്തുക്കൾ, ഡിറ്റനേറ്ററുകൾ, ബാറ്ററികൾ, ടൈമറുകൾ, AK-56 റൈഫിൾ, ക്രിങ്കൗ എന്നിവയുൾപ്പെടെയുള്ള ആയുധങ്ങൾ കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് ഡോക്ടർ മുസമ്മിലിനെ അറസ്റ്റ് ചെയ്തത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പോലീസ് ഇപ്പോൾ സർവകലാശാല ലാബിൽ അന്വേഷണം നടത്തുകയും ലാബ് ജീവനക്കാരെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത്. 2014 സ്ഥാപിതമായ അൽ-ഫലാഹ് സർവകലാശാല 2015 യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷന്റെ അംഗീകാരം നേടി. അൽ-ഫലാഹ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലാണ് ഈ സ്വകാര്യ സർവകലാശാല പ്രവർത്തിക്കുന്നത്. ഹരിയാനയിലെ ഫരീദാബാദിലെ ദൌജിലെ 70 ഏക്കർ ക്യാമ്പസിലാണിത്. നാക്കിന്റെ A ഗ്രേഡ് അംഗീകാരമുള്ള ഇത് വൈവിധ്യമാർന്ന അക്കാദമിക് പ്രൊഫഷണൽ പ്രോഗ്രാമുകൾ വാഗ്ദാനം ചെയ്യുന്നു. എഞ്ചിനീയറിംഗ്, ടെക്നോളജി, ബിസിനസ് മാനേജ്മെന്റ്, കമ്പ്യൂട്ടർ സയൻസ്, നിയമം, മെഡിസിൻ എന്നിവയിൽ ഇത് കോഴ്സുകൾ വാഗ്ദാനം ചെയ്യുന്നു. ഇതിനു പുറമെ യൂണിവേഴ്സിറ്റിയിൽ ഒരു വലിയ ആശുപത്രിയുണ്ട്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വെവ്വേറെ ഹോസ്റ്റലുകൾ, ജീവനക്കാർക്കും ഡോക്ടർമാർക്കും ഒരു റെസിഡൻഷ്യൽ കോംപ്ലക്സ്, സ്കൂൾ ഓഫ് മെഡിക്കൽ സയൻസസ് ആൻഡ് റിസർച്ച് സെന്ററിന് കീഴിൽ പ്രവർത്തിക്കുന്ന 650 കിടക്കകളുള്ള അൽ-ഫലാഹ് ആശുപത്രിയും ക്യാമ്പസിലുണ്ട്. എന്നാൽ സർവകലാശാല അധ്യാപകനെ അടക്കം തീവ്രവാദവുമായി അറസ്റ്റ് ചെയ്തത് വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഭീകരാക്രമണത്തിന് മറയായാണ് ഉപയോഗിച്ചിരുന്നത്. 1997 ഒരു എഞ്ചിനീയറിംഗ് കോളേജായി ആരംഭിച്ച് 2014 ഹരിയാന സർക്കാരിന്റെ കീഴിൽ സർവകലാശാല പദവി നേടിയ സ്ഥാപനമാണിത്. മികച്ച ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനമായി സ്വയം അവതരിപ്പിച്ച ഈ സർവകലാശാലയുമായി ബന്ധമുള്ള 3 ഡോക്ടർമാർ ഉൾപ്പെട്ട 8 പേരാണ് ഡൽഹി സ്ഫോടന കേസിൽ അറസ്റ്റിലായത്. ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച വൈറ്റ് കോളർ ഭീകര മൊഡ്യൂൾ ഒരു സർവകലാശാലയെ ഒരു കേന്ദ്രമായി ഉപയോഗിച്ചിരുന്നതായാണ് അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നത്. അൽ-ഫലാഹ് യൂണിവേഴ്സിറ്റിക്ക് മേൽ വിവിധ ഏജൻസികളുടെ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. ഇതിനിടെ സർവകലാശാലയുടെ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് അംഗത്വം റദ്ദാക്കുകയും ചെയ്തിരുന്നു. മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് AIU നടപടി. ഔദ്യോഗിക വെബ്സൈറ്റ് ഉൾപ്പെടെ എല്ലാ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും AIUവിന്റെ ലോഗോ ഉൾപ്പെടെ നീക്കം ചെയ്യാൻ സർവകലാശാല നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഡൽഹി സ്ഫോടനവും അതിനു മുമ്പുള്ള ദിവസങ്ങളിൽ നടന്ന റെയ്ഡുകളിലുമെല്ലാം വാർത്തകളിൽ ഇടം പിടിച്ച പേരുകളിൽ ഒന്നാണ് അൽ-ഫലാഹ് യൂണിവേഴ്സിറ്റി. ഹരിയാനയിലെ ഫരീദാബാദിലെ ഈ സർവകലാശാലയിലെ 2 ഡോക്ടർമാരെ ഭീകര സംഘടനകളുമായി ബന്ധമുണ്ടെന്ന ആരോപണത്തിൽ കശ്മീർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇവർ താമസിച്ചിരുന്ന വീടുകളിൽ നിന്ന് മറ്റുമായി 2500 കിലോഗ്രാമിലധികം സ്ഫോടക വസ്തുക്കൾ കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. സ്ഥാപനവുമായി നേരത്തെ ബന്ധമുണ്ടായിരുന്ന മറ്റൊരു ഡോക്ടറാണ് ഡൽഹി സ്ഫോടനത്തിന് കാരണമായ കാർ ഓടിച്ചിരുന്നതെന്നും ഏതാണ്ട് തെളിഞ്ഞിട്ടുണ്ട്.